ഇസ്രായേലുമായി നീണ്ടുനിന്ന 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചതോടുകൂടി ഇന്നലെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറാനികൾ യുദ്ധാഘോഷം നടത്തിയിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ നീണ്ടുനിന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത് എന്ന് നിഷ്പക്ഷമായി പറയുകയാണ് എങ്കിൽ യുദ്ധത്തിലെ ചില കാര്യങ്ങളിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുകയാണ്, എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ ഇറാനും വിജയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നടക്കാൻ പോകുന്ന യുദ്ധത്തിനു ശേഷം ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളും അതിനെ തുടർന്നുണ്ടാകുന്ന കരാറുകളുമാണ്. അത് നോക്കിയിട്ടാണ് ഈ യുദ്ധത്തിൽ 12 ദിവസമായി നടന്ന ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് അന്തിമമായി തീരുമാനിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനും വിജയിച്ചിട്ടില്ല, ഇസ്രായേലും വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നടന്ന വിജയാഘോഷത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖനിയും പങ്കെടുത്തിരുന്നു. ജൂൺ 13-ാം തീയതി ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖനി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ പ്രചരിപ്പിച്ചിരുന്നത്. ഗൂഗിളിലും ഇതനുസരിച്ച് തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇസ്മായിൽ ഖനി കൊല്ലപ്പെട്ടു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ തികച്ചും അപ്രതീക്ഷിതമായി തെഹ്റാനിൽ നടന്ന വിജയാഘോഷത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖനി പങ്കെടുത്തത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ ഇസ്മായിൽ ഖനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 27-ാം തീയതി ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ളയെ തെക്കൻ ലബനോനിലെ ഭൂഗർഭ ബങ്കറിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയപ്പോൾ ഇസ്മായിൽ ഖനിയും അന്ന് കൊല്ലപ്പെട്ടിരുന്നു എന്ന വാർത്തകൾ ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ ഹസൻ നസ്രുള്ളയെ വധിക്കുന്നതിന് തൊട്ടു മുന്നായി ഈ ബങ്കറിൽ നിന്ന് ഇസ്മായിൽ ഖനി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇസ്മായിൽ ഖനി മൊസാദിന്റെ ചാരനാണ് എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. ഇസ്രായേലായിരുന്നു ഇതിന്റെയെല്ലാം പിന്നിൽ. പക്ഷേ അന്ന് അത്ഭുതകരമായി ഇസ്മായിൽ ഖനി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്മായിൽ ഖനി വീണ്ടും ജൂൺ 13-ാം തീയതി ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ നിന്നും ഇസ്മായിൽ ഖനി അപ്രതീക്ഷിതമായി തികച്ചും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി മൊസാദുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ് എങ്കിൽ ജൂൺ 13-ാം തീയതി ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാന്റെ നിരവധി സൈനിക തലവന്മാരും അതുപോലെ ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെല്ലാം പിന്നിൽ മൊസാദിന്റെ ചാരന്മാർ നൽകിയ ഇറാനിലുള്ള മൊസാദിന്റെ ചാരന്മാർ നൽകിയ രഹസ്യ വിവരങ്ങൾ വളരെയധികം തന്ത്രപ്രധാനമായിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഇറാൻ ഇപ്പോൾ വൻതോതിൽ മൊസാദ് വേട്ടക്കിറങ്ങിയിരിക്കുകയാണ്. ഇതിനകം 700ഓളം ആളുകളെ, മൊസാദുമായി ബന്ധമുള്ള 700ഓളം ആളുകളെയാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് 10,000-ൽ കൂടുതൽ ഡ്രോണുകളും പിടിച്ചെടുത്തു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് മൊസാദുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളോടും കീഴടങ്ങാൻ ഇറാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ 700ഓളം വരുന്ന മൊസാദുമായി ബന്ധമുള്ള മൊസാദിന്റെ ചാരന്മാരെ ഇറാൻ സൈന്യം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇറാൻ പോലീസും ഇറാൻ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് 700ഓളം വരുന്ന മൊസാദുമായി ബന്ധമുള്ളവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനിടയിൽ മൊസാദിന്റെ 3 ചാരന്മാരെ ഇറാൻ തൂക്കിക്കൊല്ലുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പിടിയിലായ 700ഓളം വരുന്ന മൊസാദുമായി ബന്ധമുള്ളവർക്ക് കുറ്റം തെളിയിക്കുകയാണ് എങ്കിൽ, ഇവർക്ക് മൊസാദുമായി ബന്ധമുണ്ട് എന്ന് തെളിയുകയാണ് എങ്കിൽ ഇവരെ കൂട്ടത്തോടുകൂടി തൂക്കിക്കൊല്ലുമെന്നാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇപ്പോൾ ഈ മൊസാദിന്റെ ചാരന്മാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്രത്തോളം ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇറാനിലെ ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരെ പറ്റിയും അവരുടെ വീടുകളെ പറ്റിയും കൃത്യമായി ഇസ്രായേലിന് വിവരം അറിയിച്ചത് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മൊസാദിന്റെ ചാരന്മാരാണ് എന്ന് ഇറാൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനു പുറമെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ പറ്റിയും ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി നൽകിയിരിക്കുന്നത് ഇറാനകത്ത് പ്രവർത്തിക്കുന്ന മൊസാദിന്റെ ചാരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടികൂടിയ 700ഓളം വരുന്ന ആളുകൾക്ക് മൊസാദുമായി ബന്ധമുണ്ട് എന്ന് തെളിയുകയാണ് എങ്കിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ കൂട്ടത്തോടുകൂടി ഇവരെ ഇറാൻ തൂക്കിലേറ്റുമെന്ന് തന്നെയാണ് ഇറാൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്.